കാന്താരിമുളക് എത്തേണ്ടടുത്തെത്തി. നമ്മൾ രക്ഷപ്പെടുകയും ചെയ്തു. എന്താ മൈലാളി, ഇതൊന്ന് അടിച്ചു പൊളിക്കണ്ടേ? നമ്മൾ മുതലക്കണ്ണീരൊഴുക്കാൻ ശ്മശാനത്തിലെത്തിയപ്പോ എല്ലാവരും സാറിന് ശ്രദ്ധിക്കുകയും ചെയ്തു. ശരിയാ ശരിയാ സാറേ, ഈ നഗരത്തിലെ 4 സീറ്റുകളിലും നമ്മൾ ജയിക്കും. എന്താ ശരിയല്ലേ? ഇവിടത്തെ എല്ലാ വോട്ടുകളും യൂത്ത് ഫോറം നേടുമായിരുന്നു. പക്ഷേ അതിന് ഇനി ചാൻസ് ഇല്ല. നമ്മൾ ഈ കളി എത്ര കളിച്ചതാ? നിങ്ങൾ ഇനി എത്രയും വേഗം നഗരത്തിലെ ഓരോ മുക്കിലും അനുശോചന യോഗങ്ങൾ വിളിച്ചു കൂട്ടണം. ഞാൻ അതിൽ സംസാരിക്കാം. സാവിത്രിക്ക് വേണ്ടി 2 ഇറ്റ് കണ്ണീരൊഴുക്കിയ ശേഷം അവിടെ കൂടിയിരിക്കുന്നവരുടെ വോട്ടുകളും നേടിയെടുക്കാം. പക്ഷേ യൂത്ത് ഫോറം അവരുടെ സ്ഥാനാർത്ഥിയെ നിർത്താതിരിക്കുമോ മുതലാളി? ഇനി ആരെ ഇവിടെ നിർത്തിയാലും നമുക്കതിൽ പേടിക്കേണ്ടതായ കാര്യമേ ഇല്ല. നമ്മുടെ വഴിമുട്ടിക്കുവാൻ വന്നവൾ പോയല്ലോ. ജീവിച്ചിരുന്നെങ്കിൽ സാവിത്രി ജയിക്കുമായിരുന്നു. അവളിപ്പോ ജീവിച്ചിരിപ്പില്ല. ഇനി ഈ മണ്ഡലത്തിൽ ഞാൻ മാത്രമേ വിജയിക്കൂ. നിങ്ങൾ എന്തൊക്കെയാണ് ഈ പറയുന്നത്? ഓരോരുത്തർക്കും ഓരോ കർമ്മം പറഞ്ഞിട്ടുണ്ട്, അതേ ചെയ്യാവൂ. സാവിത്രിക്ക് ഒരു മാന്ത്രിക വ്യക്തിത്വം ഉണ്ടായിരുന്നു. അവരുടെ പ്രസംഗം കേട്ടവർ ഒരിക്കലും അവരെ മറന്നിരുന്നില്ല. മനസ്സിലായോ? കഴിഞ്ഞ ഒരു വർഷമായി നമ്മൾ ഇലക്ഷനുള്ള തയ്യാറെടുപ്പ് തുടങ്ങിയിട്ട്. ഈ സമയത്ത് ഇങ്ങനെ സംഭവിച്ചത് എനിക്ക് മാപ്പ് തരണം. എനിക്ക് സ്ഥാനാർത്ഥിയാകാനുള്ള ഒരു യോഗ്യതയുമില്ല. യോഗ്യതയുണ്ട്, എല്ലാവരും അത് സമ്മതിക്കുന്നുമുണ്ട്. സാവിത്രിയുടെ പിന്നിലെ പ്രേരക ശക്തി ആരായിരുന്നു? അതൊരു രഹസ്യമല്ല. പാർട്ടി പ്രവർത്തകർക്ക് അതറിയാം. രാഷ്ട്രീയ ആദർശങ്ങൾ അവരെ പറഞ്ഞു ബോധ്യപ്പെടുത്തിയിരുന്നത് ആരായിരുന്നു? നിങ്ങൾ ഞാൻ പറയുന്ന ഒന്ന് കേൾക്കണം. എനിക്ക് ബാലുറാം, മേത്ത, ജയ്സ്വാൾ എന്നിവർക്കെതിരെ മത്സരിക്കുവാൻ ഒരിക്കലും കഴിയില്ല. എനിക്ക് അവരെയൊക്കെ പോലുള്ള രാഷ്ട്രീയ ശകുനികളെ നേരിടാനാവില്ല. സാവിത്രിക്ക് സമം സാവിത്രി മാത്രം. എന്താ ചെയ്യുന്നത് ഒന്നും പറഞ്ഞാൽ മനസ്സിലാവില്ല. പക്ഷെ എന്ത് കഷ്ടമാണ്. ഈ മോട്ടോർ ബൈക്കിന് എന്ത് പറ്റി? നിങ്ങൾ ഈ തെരഞ്ഞെടുപ്പിൽ തീർച്ചയായും മത്സരിക്കണം. ആരാ 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 ആരാണ് ആരാണ് എന്തുകൊണ്ട് മുന്നിൽ വരുന്നില്ല? ധൈര്യമുണ്ടെങ്കിൽ നേരിട്ട് പോകുന്നു. ആരാണ്? അല്ല പ്രൊഫസർ, വിദ്യാർത്ഥിയോ? അല്ല എന്തുണ്ടായി? ഇൻസ്പെക്ടർ സാർ, ആക്ച്വലി എന്റെ ബൈക്ക് ഇവിടെ വെച്ച് കേടായി പോയി.
പെട്ടെന്ന് കൊടുങ്കാറ്റടിച്ചു, ഭയങ്കര ഇടിമിന്നലും. കൊടുങ്കാറ്റ്, മിന്നൽ, നോ ചാൻസ്. ഈ മാസത്തിൽ ഇടിയും മിന്നലും എങ്ങനെ ഉണ്ടാകാനാ? സാർ എന്തൊക്കെ പറഞ്ഞാലും ഇടിമിന്നലും കൊടുങ്കാറ്റും ഉണ്ടായതാണെന്നേ. നോക്കൂ മിസ്റ്റർ വിദ്യാർത്ഥി, താങ്കൾക്ക് ക്ഷീണം കാണും. വീട്ടിൽ ചെന്നാട്ടെ, വിശ്രമിച്ചോട്ടെ. ഇൻസ്പെക്ടർ സാറ്, ഞാൻ പറയുന്നത് വിശ്വസിക്കണം. എനിക്ക് തോന്നുന്നത് സാവിത്രി വ്യാസിന്റെ മരണം നിങ്ങൾ ആകെ ദുഃഖത്തിലാക്കിയെന്നാണ്. വീട്ടിൽ ചെന്നാട്ടെ. ഓക്കെ, ഗുഡ് നൈറ്റ്. ആഹാ, എത്തിയോ? കാത്തിരുന്ന് മടുത്തോ? എന്താ ഇത്, ലൈറ്റില്ലേ? ആ, അല്പം മുമ്പ് പോയതാ. എന്തു പറ്റി? ആകെ ഒരു വല്ലായ്മയുണ്ടല്ലോ. ഒന്നുമില്ല, ഒരു ചെറിയ തലവേദന. ഉം. ഇന്ന് യൂത്ത് ഫോറംകാർ ഒരുപാട് നിർബന്ധിച്ചു ഞാൻ സാവിത്രിയുടെ ഒഴിവിലെ സ്ഥാനാർത്ഥിയാകണം. ഞാൻ പറ്റില്ലെന്ന് പറഞ്ഞു. ഓക്കെ, ഇരിക്കും, ഞാനിപ്പോ ചായ ഉണ്ടാക്കി കൊണ്ടുവരാം.